ആരും സ്കിപ്പ് ചെയ്യണ്ട. പുലർച്ചെ 3:15 ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അതായത് ഇന്നലെ രാത്രി മുഴുവൻ ഇരുന്ന് കണ്ട ലൈവാണ്. ഈ ലൈവ് എപ്പിസോഡിൽ ഉണ്ടാവില്ല. ഈ ലൈവ് നിങ്ങൾക്ക് മിസ് ചെയ്ത് കഴിഞ്ഞാൽ 1.5 മിസ്സിംഗ് ആയിരിക്കും. ദൈർഘ്യമുള്ള വീഡിയോ ആണ്, പക്ഷെ കാണുക തന്നെ വേണം. അനുമോൾ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ ബിഗ് ബോസിലുള്ള മുഴുവൻ കോണ്ടസ്റ്റന്റ്സും ഒരുമിച്ച് നിന്ന് വേട്ടയാടിയ ദിവസം, അതായത് ഒരുപാട് തെറ്റുകൾ അനുമോൾ ചെയ്തതായിട്ട് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നു. മൗനം കുറ്റസമ്മതമായിട്ട് അനുമോൾ എല്ലാം കേട്ടിരിക്കുന്നു. ഭയങ്കര രസകരമായ സാധനമാണ്. അതായത് മറ്റുള്ള ആളുകളുടെ ലൈഫ് എനിക്ക് വെറും പുച്ഛമാണ് എന്ന് തന്നെ പറയുന്നു. ശൈത്യക്ക് പുറത്ത് എന്ത് സംഭവിച്ചാലും എനിക്കൊരു തേങ്ങാക്കൊലയും ഇല്ല എന്ന് പറഞ്ഞ അനുമോളുടെ ആ ഒരു സ്റ്റാൻഡ് നമ്മൾ എല്ലാവരും കണ്ടതാണ്. പക്ഷെ ഈ വീഡിയോ മിസ്സാക്കിയ 1.5 മിസ്സിംഗ് ആയിരിക്കും. ഇതില് പല കാര്യങ്ങളും തുറന്ന് പറയുന്നുണ്ട്. നേരെ വീഡിയോയിലോട്ട്. അനീഷിന്റെ എന്താ കാണിച്ചത്? അനീഷിന്റെ കൈയും കലാശം കാണിച്ച് ഈ ചായാന്നും വിളിച്ച് ഇങ്ങനെ നിനക്കത് എന്ത് തമാശ? നീ ആ മനുഷ്യൻ നടന്നു ആ മനുഷ്യൻ നടന്നപ്പോ നീ ലവ് ക്ലാസ് കാണിക്കുന്നു, കാണിക്കുന്നു. ഞങ്ങൾ അനു അനീഷിനെ ഇച്ചായാന്ന് വിളിച്ച പോലെ, അല്ലെങ്കിൽ അനീഷിന്റെ അടുത്ത് കൊടുത്ത പോലെ, അല്ലെ നോക്കൂന്ന് പറഞ്ഞ പോലെ കൊഞ്ചു കഴിഞ്ഞിട്ടാണല്ലോ അനീഷിന്റെ പ്രപ്പോസൽ ആയിട്ട് വന്നത്. അല്ലെ അപ്പൊ നിങ്ങൾക്ക് തമാശ. ഈ കാര്യം വന്നപ്പോ എന്നോടുള്ള സ്നേഹം കെയറിങ് അല്ലെ? അത് കൊള്ളാം. ഒരു കാര്യവും ഇല്ല. തോന്നിയില്ല. അല്ല സ്വന്തം കാര്യത്തിൽ എന്തുകൊണ്ട് അങ്ങനെ തോന്നിയില്ല? എപ്പടി ഇருக்கு? അനീഷേട്ടന്റെ ലൈഫ് ഒരു വാല്യൂവും കാണിക്കാതെയാണ് അനുമോൾ അത് ചെയ്തത് എന്ന് കൃത്യമായിട്ട് വീഡിയോസ് ഒക്കെ കണ്ട ഏതൊരു മനുഷ്യനും മനസ്സിലായതാണ്. പുറത്തുനിന്ന് ഇവരകത്തേക്ക് വരുമ്പോൾ കൃത്യമായിട്ട് എല്ലാവർക്കും കൃത്യമായ സൂചന കൊടുത്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ കട്ടപ്പയായിട്ട് നിലനിൽക്കുന്നത്, അതായത് അനുമോൾക്ക് എതിരെ നിൽക്കുന്ന കുറച്ച് കട്ടപ്പന്മാരുണ്ട്. അതിൽ ശൈത്യ ഒരു കട്ടപ്പയാണ്. അതുകൂടാതെ തന്നെ ആദില നൂറ് നല്ല 1.5 കട്ടപ്പയാണ് എന്ന് പറയേണ്ടി വരും. ഈ വിഷയത്തിൽ അനീഷേട്ടൻ, അതുപോലെ റന ഫാത്തിമ, ഷാനവാസ്ക, ഈ 3 പേര്, അഭിലാഷ്, ഈ 4 പേരൊഴികെ ബാക്കിയുള്ള എല്ലാവരും അനുമോൾക്കെതിരെയാണ് തിരിഞ്ഞിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്കുണ്ടായ അനുഭവങ്ങൾ തന്നെയാണ്. അപ്പാനി ശരത്തിനെയും അതേപോലെ തന്നെ ബിൻസിയെയും ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ പുറത്ത് വലിയ മോശപ്പെട്ട രീതിയിൽ ആളുകൾ എടുക്കുകയും അവരുടെ ലൈഫിനെ അത് ബാധിക്കുകയും ചെയ്തു എന്ന് അനുമോളോട് പറഞ്ഞപ്പോൾ അതിനിപ്പോ എന്താ പ്രശ്നം എന്ന് പറഞ്ഞ അനുമോളുടെ ഒരു ഭാവ വ്യത്യാസങ്ങളാണ് നിങ്ങൾ കാണേണ്ടത്. ഈ ഒരു ഫിനാലയിലേക്ക് അടുത്ത് കപ്പടിക്കേണ്ടത് ആരാണ് എന്നുള്ള ഒരു മത്സരം നടക്കുന്ന സമയത്താണ് അനുമോളെ വലിച്ച് ഇവർ കീറി ഒട്ടിക്കുന്നത്. അടുത്ത ക്ലിപ്പ്. ഞാൻ ചോദിക്കട്ടെ, മിൻസി എന്താ ചോദിച്ചേ? ഞാൻ ഇവിടെ ഒരിക്കൽ വിളിച്ചു പറഞ്ഞു മിൻസി ഔട്ടാവാൻ കാരണം ഞാനാണെന്ന് ഇവിടെ വിളിച്ചു പറഞ്ഞു. അന്ന് ഞാൻ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു. രണ്ടാമത് അനു വന്നിട്ട് ചേട്ടാ ക്ഷമിക്കണമെന്ന് പറഞ്ഞ് കാലൊക്കെ തൊട്ട് പ്രസവത്തിലേക്ക് പോയി. പോയി. ഇനി എനിക്ക് അറിയേണ്ടത്, മിൻസി അനുയോട് ചോദിച്ചില്ലേ എന്തിനാ ശാശാരത്തിന് അപ്പാനി അങ്ങനെ പറഞ്ഞത്? ചോദിച്ചില്ലേ? അപ്പൊ മിൻസി എന്താ അനു എന്താ പറഞ്ഞത്? പറഞ്ഞു പോയതാ കാലപ്പിടിച്ച് അപ്പത്തിന്റെ മാപ്പ് പറഞ്ഞു. അറിയാണ്ട് പറഞ്ഞു പോയതാണ്. കാലപ്പിടിച്ച് അപ്പത്തിന്റെ മാപ്പ് പറഞ്ഞു. അത് അവൾ അറിയാണ്ട് ചെയ്താണ് ഭാഗത്ത് തെറ്റാണെന്ന് മനസ്സിലാക്കി അപ്പത്തിന്റെ കാലപ്പിടിച്ച് മാപ്പും പറഞ്ഞു. അല്ല, നിന്നോട് പറഞ്ഞെന്താ? അറിയാതെ പറഞ്ഞു പോയി. ശരി മിൻസി, ഇങ്ങനെ അറിയാതെ പറയുന്ന കാര്യങ്ങള് ക്ഷമ പറഞ്ഞ തീരാവുന്ന പ്രശ്നങ്ങളെ കാട്ടി വലുതായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇതേ സമയത്ത് നമ്മളെ സൈഡിൽ നിന്ന് ഈ ഇരിക്കുന്ന വ്യക്തിക്കാണ് അങ്ങനെ ഒരു വിഷയം ഉണ്ടായെങ്കിൽ എന്ത് ചെയ്യും? നിന്റെ എന്റെയും ജീവിതത്തിന് ഒരു വിലയില്ലേ? നിന്റെ വീട്ടുകാരുടെ വിഷമത്തിനും എന്റെ വീട്ടുകാരുടെ വിലയില്ലേ? അതിന് അപ്പാനി ശരത്തെ നീ കരയേണ്ടി വരും. കാരണം അനുമോളെ ഭാഗത്ത് നീയാണെങ്കിൽ കേട്ടോ, അനുമോളെയാണ് നിങ്ങൾ എല്ലാവരും ഈ രീതിയിൽ ചിത്രീകരിക്കുന്നതെങ്കിൽ അനുമോള് കിടന്ന് കരയും. നിങ്ങൾക്കത് കരയാൻ കഴിയില്ല, നിങ്ങളത് പ്രതികരിക്കും. പ്രതികരിക്കുന്ന സമയത്ത് മിണ്ടാതെ ഇങ്ങനെ ഇരുന്നാൽ മതി. അതിനെ BGM ഒക്കെ ഇട്ടിട്ട് കുറെ ആളുകൾ ഇവിടെ വർക്ക് ചെയ്യാൻ ഇഷ്ടം പോലെ ആളുകളുണ്ട്. അനുമോൾ ചെയ്ത നന്മകളെ കുറിച്ച് നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, തിന്മകളെ കുറിച്ച് നമ്മൾ ചൂണ്ടിക്കാണിക്കുക തന്നെ വേണം. കാരണം അതൊരു ഗെയിമാണ്. ഈ ഒരു ഗെയിമിൽ കൃത്യമായിട്ട് ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന PR വർക്കുള്ള ആളുകൾ ജയിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് അവിടെ വലിയ PR കൊടുക്കാത്തവരായിട്ടില്ല. എന്നാൽ പോലും പറയാണ്, വലിയ PR ഒന്നും കൊടുക്കാത്ത സാധാരണയായി നിൽക്കുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവരെ ജയിപ്പിക്കുക എന്നുള്ളത്. ഇവിടെ കൃത്യമായിട്ട് പൈസ വാരി എറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അത് ശൈത്യ തന്നെ തുറന്നു പറയുന്നു. നമ്മുടെ 2 പേരുടെയും PR ഒന്നാണ് എന്നുള്ളത്. ഇവിടെ ബിൻസിക്കും അതേപോലെ തന്നെ അപ്പാനി ശരത്തിനുണ്ടായ ആ ഒരു വിഷയം അത് വെറും ഒരു മാപ്പിൽ ഒതുക്കാൻ കഴിയുന്നു എന്നുള്ളതൊക്കെ വലിയ കാര്യമാണ് കേട്ടോ. അനുമോൾക്ക് നേരെയാണ് സംഭവിച്ചാൽ അനുമോൾ കരയും. നിങ്ങളത് കരയുകയാണ് വേണ്ടത്. അപ്പൊ അതിന്റെ തീരുമാനമാവും. ഇവളെല്ലാം പറഞ്ഞു ഒപ്പിച്ച് വെച്ചിട്ട് ഇവിടെ ഒന്ന് കാലം പിടിച്ച് ഇവിടെ പെർഫെക്റ്റ് നല്ല കുട്ടിയായി. ഞാനും ക്ഷമിച്ചു, കാരണം എനിക്ക് ഇവിടുത്തെ ദേഷ്യം ഞാനും ക്ഷമിച്ചു. അപ്പൊ ആ വിഷയം അവിടെ ക്ലോസ് ആയി. പക്ഷേ അതുമൂലം ഉണ്ടായ ഇഷ്യൂകളും അതുമൂലം ഉണ്ടായ പ്രശ്നങ്ങളും അതുകൂടെ ഉണ്ടായ ചർച്ചാ വിഷയങ്ങളൊക്കെ വലിയതായത് കുഴപ്പമില്ലെന്നാ ഞാൻ ചോദിക്കണം. അനു പറ, മറുപടി പറ. ഞാൻ ഇന്നലെ വന്നപ്പോ തന്നെ അനുവിന്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി വന്നപ്പോ എന്തെങ്കിലും പ്രശ്നം കെട്ടിപ്പിടിച്ച് ഉമ്മനെ വന്നതല്ല. എനിക്ക് നല്ല വർത്താനം മോത്തോക്കി പറയണമെന്ന് വിചാരിച്ച് തന്നെ ഞാൻ വന്നതാ. അനുവിന്റെ അടുത്ത് ഷാനവാസിന്റെ അടുത്ത് മത്താൻ എടുത്തു. അതേ കരുതി കൊടുത്തേ വന്നതാ. അതേ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എന്തെങ്കിലും പറഞ്ഞു കാണും, പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടില്ലേ ഉള്ളൂ.
ഞാൻ ഒറ്റയ്ക്ക് ഇതിപ്പോ നമ്മളാരും കണ്ടും കേട്ടൊന്നുമില്ലല്ലോ. അതിപ്പോ നമ്മളാരും കണ്ടും കേട്ടു. ഞാൻ പറയുന്നതാണ്, ഓരോ കാര്യങ്ങളും പറയുമ്പോ അത് പറഞ്ഞിരിക്കണം. പിന്നീട് അത് അബദ്ധം പറ്റിപ്പോയി, അറിയാതെ പറ്റിപ്പോയി, അത് ഞാൻ ദേഷ്യം വന്നപ്പോ പറഞ്ഞു പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറച്ചിൽ വിട്ടില്ല, അത് ഏറിപ്പോയില്ലേ. അതുമൂലം ഉണ്ടായ പ്രശ്നങ്ങളും അതുമൂലം ഉണ്ടായ അനുഭവിക്കുന്നവർക്കൊന്നും എല്ലാം ബാധകമാണ്. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് അന്ന് മുതൽ പറഞ്ഞത്, ഈ പറയുന്ന കാര്യത്തിൽ ക്ലാരിറ്റി ഉണ്ടാവണം. വെറുതെ തോന്നിയത് വിളിച്ച് പറയരുത്. അവിടെ നിന്ന് ഇവിടുന്ന് കേട്ട കാര്യങ്ങൾ വെച്ചിട്ട് ഒരു മാനിപ്പുലേറ്റ് ചെയ്ത് ഡ്രാമ ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ കാര്യം അത് മാത്രമാണ്. അത്രയേ ഉള്ളൂ, വേറെ ഒന്നും. അത് കറക്റ്റ് ക്ലാരിഫിക്കേഷൻ തന്നെയാണ്. നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കെങ്കിലും ചെയ്യണം എന്നുള്ളത്. ഉറച്ചു നിൽക്കുന്നില്ല, ആകെ ഉറച്ചു നിന്നത് ആ ഒരു പുതപ്പ് വിഷയത്തിൽ മാത്രമാണ്. ബാക്കിയുള്ള വിഷയങ്ങളിൽ ഒരുപാട് വിഷയത്തിൽ ഉറച്ചു നിന്നിട്ടില്ല. ഭക്ഷണം കൊടുത്ത കഥയും അതും ഇതൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ശരിക്കും ഒരു സീരിയൽ കാണുന്ന രീതിയിലേക്ക് ബിഗ് ബോസ് ആക്കി തീർക്കാൻ അനുമോൾ എന്ന് പറയുന്ന വ്യക്തിക്ക് നന്നായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ നല്ല രീതിയിൽ ഗെയിം കളിച്ചിരുന്ന ഒരുപാട് ആളുകൾ ഔട്ടായ കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ അപ്പാനി ശരത്തിനുണ്ടായ ആ ഒരു മാനനഷ്ടം അതൊക്കെ വളരെ സിമ്പിളാണ്. പുച്ഛഭാവത്തിൽ കാണുമ്പോൾ തീർച്ചയായിട്ടും അനുമോളുടെ സ്ട്രാറ്റജി ആണോ ഇത് എന്ന് നമുക്ക് തോന്നിപ്പോകുന്നു എന്നുള്ളതാണ്. സംസാരിക്കുമ്പോ നിങ്ങൾ ചിലപ്പോ ഫ്രണ്ട്സ് അങ്ങനെ ആയിരിക്കും, വീണ്ടും ആ വിഷയം അങ്ങനെ തോന്നുന്നു കൂടെ ഇരിക്കുന്ന അങ്ങനെ എന്തിനാ തോന്നല്? ഇപ്പൊ നിങ്ങൾ നീ ഞാനും തമ്മിൽ രാവിലെ തൊട്ട് ഉച്ച നമ്മൾ ഇവിടെ ചേർന്നിരുന്നു. ഹരിയ ചേച്ചിക്ക് തോന്നിയാ ചേച്ചി ഞാൻ ഇവിടെ എന്തെങ്കിലും ഉണ്ടെന്ന് അഭിലാഷിന് തോന്നിയാ? ആർക്കും തോന്നിയില്ല. എന്റെ കൂടെ ഇരുന്നവർക്കൊക്കെ തോന്നിയിട്ടുണ്ട്. ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ആദിലെയും നമ്മുടെ ശൈത്യ. നിനക്ക് തോന്നിയിട്ടുണ്ടോ ശൈത്യ അങ്ങനെ ഈ പറഞ്ഞ കാര്യത്തിൽ? അല്ലെ തോന്നിയത് വിളിച്ച് പറയുകയാണെങ്കിൽ എല്ലാവർക്കും പറഞ്ഞൂടെ? ഞാൻ പറഞ്ഞല്ലോ, നീ ഇപ്പൊ എന്റെ ചോദ്യത്തിന് മറുപടി മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇതിപ്പോ അപ്പാനിക്കും ബിൻസിക്കും ഒരു നെഗറ്റീവ് മില്യൺ കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അത് എന്റെ ആവശ്യമില്ല. ഞങ്ങൾ അങ്ങനെ നെഗറ്റീവ് വന്നാലും പോസിറ്റീവ് അങ്ങനെ ഒരു നെഗറ്റീവ് അങ്ങനെ ഒരു ഡിസ്കസ് ചെയ്താണ് നമ്മുടെ കൂട്ടുകാരാണ്. അപ്പൊ അവിടുത്തെ പോയി പറഞ്ഞു കൊടുത്തു. ഞാൻ അവിടുത്തെ പോയി പറഞ്ഞു, ഞങ്ങള് 1-2 തവണ ഞങ്ങൾ പോയി മൈക്ക് മാറ്റി. എന്തിനാണ് പറയണേ? ഇതൊരു ഷോയാണ്. അവിടെ എന്റെ ഒരാളുടെ കൈ മറ്റൊരാൾ പിടിച്ചാൽ അത് വലിയ പ്രശ്നമായിട്ട് മാറുന്നടൂ അല്ലേ? വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ. ബിഗ് ലൂസിൽ മാത്രം കാണുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആണിനും പെണ്ണിനും കിടക്കാൻ സെപ്പറേറ്റ് ബെഡ് അവിടെ ഇല്ല. ആണും പെണ്ണും ഒരുമിച്ച് കൈ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ അനുമോൾക്ക് വലിയ സങ്കടം കേട്ടോ. ഇങ്ങനെ കുറെ കാര്യങ്ങൾ അനുമോളുമായി റിലേറ്റഡ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ കുലസ്ത്രീ എന്നാണല്ലോ വിളിക്കുന്നത്. അത് ഇവിടെ പിൻസിയും വിളിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ കാര്യങ്ങളിൽ ഇടപെടൽ നടത്തുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണെന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇവിടെ അനിമോള് ഇവർ തമ്മിലുള്ള ആ ഒരു സ്ട്രാറ്റജി, അത് പ്രണയമാണ്, അതാണ് എന്ന് പറയുന്ന സമയത്ത് ശൈത്യയാണ് അത് ഷാനവാസ് കയോട് പറയുന്നത്. നമ്മൾ ആ ക്ലിപ്പ് കണ്ടത്. ആ ഒരു സമയത്ത് അവിടെ നൂറയും ആദിലയും ഇരിക്കുന്നുണ്ട്. അവരും അത് പറയുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷെ ഇത് ഫുള്ളായിട്ട് അനുമോളുടെ മാത്രം തെറ്റായിട്ട് അവർ ചിത്രീകരിക്കുന്നതും ഒരു മണ്ടത്തരമല്ലേ? കാരണം നൂറ ടോപ്പ് 5 സാധ്യതയുണ്ട് എന്ന് പറയുന്ന ആളുകൾ തന്നെ എടുത്ത് ദൂരെ കളയി അതിനെ എന്ന് പറയുന്നുണ്ട്. ഇവർ വന്നതുകൊണ്ട് അങ്ങനെ കുറച്ച് ഗുണം കിട്ടും. അനുമോൾക്ക് കുറച്ച് വോട്ട് കൂടാനോ കുറയാനോ സാധ്യതയുണ്ട്. അതിനോടകം തന്നെ നൂറ പിടിച്ച് ആ ടോപ്പ് 5 പോലും എത്താതിരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം നൂറയൊക്കെ അത് ചിരിച്ച് തള്ളുന്ന വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടതാണ്. അനീഷിന്റെ അടുത്ത് എന്താ കാണിച്ചത്? അനീഷിന്റെ കൈയും കലാശവും കാണിച്ച് ഈ ചായാന്നും വിളിച്ച് ഇങ്ങനെയും നിനക്കത് എന്ത് തമാശ? നീ ആ മനുഷ്യൻ നടന്നു പോകുമ്പോ ആ മനുഷ്യൻ നടന്നു പോകുമ്പോ നീ ലവ് ട്രാക്ക് കാണിക്കുന്നു, പ്ലെയിൻസ് കാണിക്കുന്നു. സത്യല്ലേ? ആ ഒരു കാര്യം ഇനി ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ ഫ്രണ്ടിൽ ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സത്യത്തില് എന്താണ് അനുമോളെ പ്രശ്നം എന്ന് മനസ്സിലാവണില്ല. അനുമോളുടെ ഭാഗം മാത്രം ശരി. അനുമോൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിൽ ഉറച്ചു നിന്ന് അത് ശരിയാണ് എന്ന് വരുത്തി തീർക്കുന്നത് അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അടുത്ത ക്ലിപ്പിലേക്ക് കിടക്കാം. ഞാൻ ചോദിച്ചത് കുറച്ച് മറുപടി പറ. നമ്മൾ അവിടെ നിന്ന് സംസാരിച്ചിട്ട് നിനക്ക് അത് വേറെ ഇതും നീ കാണിക്കുമ്പോ കോമഡി, അത് എനിക്ക് മനസ്സിലാവില്ല. എന്ത് കോമഡി? അനു എന്ന് പറഞ്ഞല്ലോ തമാശയാണല്ലേ? അത് ബാക്കിയുള്ളവർ തമാശയായിട്ട് അത് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യും. ബാക്കിയുള്ളവർ മനസ്സാവാതെ അറിയാത്ത കാര്യം അനു അങ്ങ് അഫ്രണ്ട്സ് ആയിരിക്കും. അത് അനുവിന്റെ മാത്രം സംശയമല്ലേ? തമാശകൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എന്റെ കേസിൽ ഒരു ദിവസം അനുമോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. പിന്നെ അഭിലാഷ് കെട്ടിപ്പോയില്ലായിരുന്നു, ഇവിടെ ആരുണ്ട് ഭംഗിയുള്ള പയ്യന്മാര്, അഭിലാഷ് കെട്ടിപ്പോയി, അതുകൊണ്ട് പിന്നെ ഇല്ലെങ്കിൽ നിന്നെ നോക്കായിരുന്നു അവള് തമാശയായിട്ട് പറഞ്ഞ കാര്യം. അത് നീ ഒരു ദിവസം ഇരുന്ന് ഇവിടെ സംസാരിച്ചൊരു കാര്യമുണ്ട്. അഭിലാഷിന് ഇപ്പൊ അതിന് ശേഷം ഭയങ്കര ഇളക്കമെന്ന് പറഞ്ഞൊരു അങ്ങനെ സംസാരിച്ചു. നിന്റെ വായിന്ന് അറിയാതെ വീണ കാര്യമാണ്. ഇതിനെ റിലേറ്റ് ചെയ്ത് എന്റെ ഫാമിലിയിൽ സംസാരം ഉണ്ടായിട്ടുണ്ട്. അയ്യോ, അനുമോൾ അങ്ങനെ ഒരു ഡയലോഗ് അടിച്ച ഇവിടെ പ്രേമിക്കാനും മാത്രം സുന്ദരന്മാരായിട്ട് ആരുമില്ല, അത് ആര്യ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ അനുമോള് ഇവിടെ പ്രേമിക്കാനും സുന്ദരനുമായിട്ടുള്ള ഒരാൾ അഭിലാഷാണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്ന. അതൊക്കെ നമ്മൾ ഇപ്പോഴാട്ടോ കേൾക്കുന്നത്. അതെന്തായാലും കൊള്ളാം. അനു ആണെങ്കിലും
ഞാൻ ഇന്നലെ വന്നപ്പോൾ പറഞ്ഞു അറിയാണ്ട് പറഞ്ഞു പോയത്. അപ്പൊ തന്നെ ശരത്തേട്ടനെ കാലെ പിടിച്ചോണ്ടിട്ട് മാപ്പ് പറഞ്ഞു പറഞ്ഞു. ഓക്കെ, ഇവരുടെ പ്രശ്നം അവിടെ തീർന്നു. പുറത്ത് ഞാനുണ്ട്, ഞാൻ എനിക്ക് 2 ദിവസം കഴിഞ്ഞപ്പോൾ അനു പറയുന്നത് മനസ്സാവാസം അറിയാത്ത കാര്യത്തിന് കൊടുത്ത് അനു പറയുന്നത്. അപ്പൊ അനു ഇവിടെ എന്താ കാണിച്ചത്? അങ്ങനെ തിരിച്ചു ചോദിക്കാനാണെങ്കിൽ അതിന്റെ ഒരു 1% പോലും ഇവിടെ ഒന്നും നടന്നിട്ടുള്ള കാര്യം ഇവിടെ എല്ലാവർക്കും അറിയാം. എന്നിട്ട് എന്തിനാ അനു ഇങ്ങനെ പറയുന്നത്? എന്നിട്ട് പറയാം അത് തമാശയായിരുന്നത്, അനീഷിന്റെ അടുത്ത് കാണിച്ചു കൂട്ടിയതല്ല. അപ്പൊ ഞങ്ങൾ അടുത്തിരുന്ന് സംസാരിച്ചത് ജസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പ് ആണ്. അതിനെക്കാട്ടി കൂടുതൽ നെവിന്റെ അടുത്ത് സംസാരിച്ചല്ലോ, ആരിന്റെ അടുത്ത് സംസാരിച്ചല്ലോ. അതും തമാശയൊക്കെ എടുത്തോളെ, സ്വന്തം കാര്യം വരുമ്പോൾ അനുവല്ലോ അങ്ങനെ. അത് ശരിയാണ് കേട്ടോ. കുറെ ആളുകളായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ അല്ലെ, അതൊക്കെ തമാശയായിട്ട് എടുത്താൽ പോരെ. അനീഷേട്ടന്റെ ലൈഫ് നിങ്ങൾക്ക് തമാശയാക്കി എടുക്കാം. അപ്പാനി ശരത്തിനെ കുറിച്ചിട്ടും ബിൻസിയെ കുറിച്ചും പറഞ്ഞ കാര്യങ്ങളും തമാശയായിട്ട് എടുക്കാം. എന്തൊക്കെയാടോ, എന്തൊക്കെ നല്ല നല്ല തമാശകളാണ് ഇവിടെ. ബിൻസി എന്തുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ പോയത് എന്ന് ചില സംസാരം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. എല്ലാവരും കൂടെ വന്നാണ്ട് വെറുപ്പിച്ചിട്ട് ബിഗ് ലൂസ് ചന്തലോസ് ആക്കിയല്ലോടോ, ചന്തലോസ്. നിങ്ങൾ അന്ന് കയറിയപ്പോൾ അനു ചോദിച്ചല്ലോ, കാണിച്ച തെണ്ടിത്തരമെന്ന് അറിഞ്ഞോണ്ടല്ലോ അന്ന് കയറിയപ്പോൾ എന്നോട് ചോദിച്ചു എന്തെങ്കിലും പ്രശ്നമുണ്ടോ, പുറത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. അപ്പോൾ ഞാൻ എന്റെ മര്യാദ കൊണ്ടാണ് തിരിച്ചു വഴക്കുണ്ടാക്കാൻ മാനയോട് സംസാരിച്ചത്. വന്നോടനെ അവളാണ് പറഞ്ഞത്. പിന്നെ നിന്നെ ഞാൻ കെട്ടിപ്പിടിച്ച് ഉമ്മ തരണോ? ഞാൻ സംസാരിക്കട്ടെ. ഞാൻ പല പ്രാവശ്യവും ഞാൻ ശ്രദ്ധിച്ചുള്ള കാര്യമാണ്. ഞാൻ അപ്പനെ കുറ്റം പറയില്ല. അപ്പനെ ഇരിക്കുമ്പോൾ നീ അപ്പാനെ പോയി ഇരിക്കുന്നതും അപ്പനെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ നിന്നെ തെറ്റിദ്ധരിക്കുന്നല്ല. അവിടെ നീ അപ്പാനെ ഒരു ഫാമിലി ആയിട്ട് ഉള്ളതാണ്. നമുക്ക് പുറമെ തോന്നുമ്പോ നീ എന്തൊരു കാര്യം അപ്പാനിക്ക് കുടുംബമുണ്ട്. അപ്പാനിയുടെ കൈ അപ്പാനിക്ക് ഫാമിലി കുലശ്രീ ചമേലയാണ്. കെട്ടി 2 പിള്ളേരുള്ളവരാണ് ഇവരോട് എനിക്കറിയത്തില്ല. നീ അന്ന് വൈറ്റ് ഡ്രസ് ഇട്ട് അവിടെ തലേ ദിവസം രാത്രി ഇരുന്നപ്പോ നീ കാണിച്ച അപ്പാനിയുടെ അടുത്ത് പോയി ഇരുന്നെന്ന് പറഞ്ഞവളാണ് അവള്. അയ്യയ്യയ്യോ, ആ തൊള്ളനാവും കൂടി ഒന്ന് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു തിരുമനസ്. ആരറിയോ? അതില്ല, വെള്ള ഡ്രസ് ഇട്ട് വന്നപ്പോ ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ കാണുന്നുണ്ട്. അത് കാണിച്ചു കൊടുത്തിട്ട് അപ്പാനിയുടെ അടുത്ത് ഇരുന്നിരുന്നു എന്ന് അനുമോള് പറഞ്ഞു എന്നാണ് മഴവിൽ അവകാശപ്പെടുത്തത്. എന്തായാലും കൊള്ളാം, കേൾക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. അതിനിടയിൽ അക്ബർ ഇടപെട്ട് കാട്ടില്ലേ, അതായത് ഒരാളുടെ കൈ ഒരാൾ പിടിച്ചു എന്ന് കരുതിക്കൊണ്ട് എന്താണ് പ്രശ്നം എന്നുള്ളതാണ്. ഇത് മറ്റുള്ള ആളുകളും കൂടി ചർച്ച ചെയ്തു എന്നൊക്കെ പറയുന്നു. അതിന്റെ ഇടയിൽ ആദിലും കൂടി കയറിയപ്പോ കറക്റ്റ് ആദിലയുടെ തലയിലേക്ക് അത് വരുന്നു മനസ്സിലായപ്പോ കയറിയതാന്ന് ഉറപ്പൊരു സംശയം വേണ്ട. കാരണം അന്നത്തെ വീഡിയോ ഒക്കെ പരിശോധിച്ചാൽ ഏതൊരു മനുഷ്യനും മനസ്സിലാവും അന്ന് ആദിലയും നൂറയും ശൈത്യമൊക്കെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അതിലാണ് സ്റ്റാർട്ട് ചെയ്തത്. എല്ലാത്തുമേ പറയരുതട്ടാ, പറഞ്ഞതാണ് ഇത്രയും പേര് ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ്. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പോൾ കുലുമാൽ കുലുമാൽ. ബാക്കി എല്ലാ ദിവസങ്ങളും ഇരുന്ന് കുരുക്കഴിക്കേണ്ടി വരും. എന്റെ പൊന്ന് അനുമോളെ, കൂടെ നിന്നിരുന്ന ആളുകളെല്ലാം പൊയ്ക്കാല് വെട്ടുന്നവരായിരുന്നു. അവര് കുഴിച്ച കുഴിയിൽ നീ പതിച്ചിട്ടുണ്ട്. വല്ലാത്തൊരവസ്ഥയിൽ പോയി. അതിലെ ന്യൂറയും ഈ വിഷയത്തിൽ തെറ്റുകാർ തന്നെയാണ്, ശൈത്യം തെറ്റുകാരി തന്നെയാണ്. ഇവരെല്ലാരും ചേർന്നുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ ഒരു വിഷയം ചർച്ച ചെയ്തിട്ടുള്ളത്. അത് വളരെ മോശമായി എന്ന് അന്നും നമ്മൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഇന്നും ഞാൻ പറയുന്നു, വളരെ 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 മോശം. അങ്ങനെയാണെങ്കിൽ നീ എന്റെ തോളിൽ കൈ സംസാരിക്കുന്നു, ബാക്കി എല്ലായിടത്തും മിങ്കിൾ ചെയ്യുന്നുണ്ടല്ലോ, അതെന്താ നിനക്ക് തെറ്റായിട്ട് തോന്നാത്ത? എന്താ ഇവരെല്ലാരും നമ്മളോട്ടെ ഒരു വീട്ടിൽ കഴിയുമ്പോൾ എല്ലാവരും ഫസ്റ്റ് ആര്യന്റെയും ഇതൊക്കെ നീ പറഞ്ഞു ഇങ്ങനെ ഭയങ്കര ഇവിടുന്ന് മറ്റേ എന്ന് നിന്റെ മൊയ്തീനൊക്കെ നിങ്ങൾ എത്ര പ്രാവശ്യം കളിച്ചു, നമ്മൾ അതിനെ വേറൊരു രീതിയിൽ കണ്ട. ഞാൻ അതല്ല ചോദിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് ഈ വിഷയം സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ല, അത് എനിക്കറിയാം. ഇല്ല, ശൈത്യം സംസാരിച്ച കാര്യം അനു ഒരു കാര്യം അനു മനസ്സിലാക്കണം. ഇതാരാണ് സ്റ്റാർട്ട് ചെയ്തത്? അവളാണ് ഇൻജക്ട് ചെയ്തത്, അവളാണ്. അനുമോൾ ആണ്. ഞാൻ ചോദിച്ചു, ആരും സംസാരിച്ചില്ല. സംസാരിച്ചു, നീയാ പറഞ്ഞത്. അനുമോളിൽ എത്ര പത്രം അടിച്ചെടുത്തിട്ടുണ്ടെന്നും എവിടെ വരെ എത്തിയിട്ടുള്ളതൊക്കെ എനിക്ക് വ്യക്തമായിട്ട് എനിക്കറിയാം. ഞാൻ അതിപ്പോ ചോദിക്കില്ല. ഇതിപ്പോ ബിൻസിയുടെ ആവശ്യമുള്ളത് കൊണ്ടാണ് ചോദിച്ചത്. എനിക്കിത് ചോദിച്ചത് ആവശ്യമില്ല. നിങ്ങളാരും സംസാരിച്ചില്ല പറ്റി. ഞാനത് കാണുള്ളൂ, നിങ്ങളാരും കണ്ടില്ല. ഞാൻ എന്ത് കാണിക്കണം, ഞാൻ എന്തിരുന്നത് എന്റെ ഇഷ്ടമാണ്. ഞാൻ ആരുടെ കൂടെ ഇരിക്കുന്നത് എന്റെ ഇഷ്ടമാണ്. ഞാൻ എഡിക്റ്റ് ആയതിന് തലേ ദിവസത്തെ കാര്യം എനിക്ക് പറയാം. ഡ്രസ് ഇടണോ നിന്റെ ഇഷ്ടമാണ്. ഞാൻ
എന്നാ കാണിച്ചാലും എനിക്ക് മാത്രമേ ഉള്ളൂ. അനു അതിന്റെ പുറത്ത് കിടന്ന് വലിയ കുലശ്രീ ചമ്മഞ്ഞ് വലിയ അനുവിന്റെ മര്യാദകളൊന്നുമല്ല. നീ എന്നാ നീ എന്നാ ഇവിടെ കാണിച്ചാലും പുറത്ത് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അനു അതായത് ഇപ്പൊ അവള് പറയുന്നത് ഞങ്ങളത് ആ സമയത്ത് എനിക്ക് അറിയത്തില്ല അപ്പാനയുടെ ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചു. അതായത് തേർഡ് പേഴ്സൺ എന്നുള്ള രീതിയിൽ കാണുമ്പോഴേക്കും അപ്പൊ ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചു. അയ്യോ ഇവരെന്താ ഇങ്ങനെ ഇരിക്കുന്നത്? അപ്പൊ ഇവള് തന്നെ പറഞ്ഞു നമുക്ക് പോയി സംസാരിക്കാം, അവളുടെ അടുത്ത് പറയാം, അങ്ങനെ അധികം ഇന്റിമസി ഒന്നും വേണ്ടെന്ന് പറയാമെന്ന്. ഒരൊറ്റ കാര്യം അപ്പാണ് ഇവർ അറിഞ്ഞിട്ടില്ല. ഒരൊറ്റ കാര്യം, അനു ഇതുപോലെ എന്റെ അടുത്ത് വന്നിട്ട് അന്ന് അത് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്താണ് സംസാരിച്ചത്. അനുമോളുടെ കൂടെ എന്നാണ് സംസാരിച്ചത് എല്ലാവരും. അത് പോയിന്റ് ശൈത്യയുടെ ശബ്ദം നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ശൈത്യ പറഞ്ഞതാണ് അവര് ഭയങ്കര ഓവറായിട്ട് മിങ്കിൾ ചെയ്യുന്നുണ്ട്, അത് ഭയങ്കരമായിട്ട് പുറത്ത് നെഗറ്റീവ് ആവും, അതുകൊണ്ടൊന്ന് പോയി പറയണമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞത്രേ. ശൈത്യ തന്നെയാണ് ഷാനവാസ്ക്കൊക്കെ ഒന്നും അറിയില്ല, ഷാനവാസ് ഖാനെ മുന്നിൽ നോക്കിക്കൊണ്ട് പറഞ്ഞത് ചെറിയൊരു സംഭവം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, അതധികം വൈകാതെ പ്രശ്നമാവും കേട്ടോ. അപ്പൊ ഷാനവാസ് എന്ത് 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 അയാൾക്ക് കത്താൻ കുറച്ച് സമയം എടുക്കില്ല, അപ്പൊ എന്ത് എന്ത് എന്നൊക്കെയുണ്ട്. അപ്പൊ നൂറയും അതിലൊക്കെ ചേർന്നുകൊണ്ടാണ് ആ ഡയലോഗ് അടിച്ചിട്ടുള്ളത്. ഇവർ രണ്ടുപേരെയും ജയിലിൽ വിട്ട ആ സമയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും. രണ്ടുപേരുണ്ടായിരുന്നോ, ഒരാളോ ഓർമ്മയില്ല. എന്തായാലും ആ സെല്ലിലേക്ക് നോക്കിക്കൊണ്ടുള്ള ആ ഒരു ഡയലോഗ് ഒരൊന്നൊന്നര ഡയലോഗ് ആയിരുന്നു. ഇപ്പൊ ആരായി? ശശി, അനുമോള് തന്നെ, ശശി എല്ലാവരും ചേർന്ന് ഒന്നൊന്നര അറ്റാക്കാണ്. 2-3 ആൾക്കാർ ഇന്ന് വരും, അവരും കൂടി വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ കഥ. ഇപ്പൊ ഈ പ്രശ്നം ഇപ്പൊ ഇവിടെ തുടങ്ങിയപ്പോഴാണ് എല്ലാവരും കൂടെ ആയിരുന്നു. ഞാൻ അവളുടെ കൂടെ ഒന്ന് സംസാരിച്ചിട്ടുണ്ട്, അത് വീണ്ടും വളച്ചൊടിച്ചത് ചെയ്യാനോ എന്നാ അവന്റെ പൊന്നുമോളെ ശൈത്യമോളെ, അത് വളച്ചൊടിച്ചത് അനുമോളൊന്നല്ല ഡോ, ഞങ്ങളൊക്കെ കണ്ടത് തന്നെ, എല്ലാവരും കണ്ടതാണ്. അനുമോളുടെ ഭാഗത്ത് 99% തെറ്റുണ്ട്. ആ 1% തെറ്റ് ബാക്കിയുള്ള എല്ലാവർക്കും കൂടെ ഉള്ളതാണ്. എന്നാൽ ചില വിഷയങ്ങളിൽ 50-50 ആണ് കേട്ടോ. ഈ വിഷയത്തിൽ 50-50 തന്നെയാണ്, ഒരു തർക്ക കാര്യത്തിൽ വേണ്ട. ഇപ്പൊ കുൽസിതത്തെക്കാൾ വലിയ വിഷയമായി പോയല്ലോടാ ഇത്, വല്ലാത്തൊരവസ്ഥ തന്നെ. അത് ഞാൻ സോറി പറഞ്ഞു. തട്ടിക്കളിക്കാനുള്ള മറ്റുള്ള ലൈഫ് തീരോ? അനുവിനെ പോലെ PR കൊടുത്തിട്ടാണ് ഞാൻ വന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാനിവിടെ നിന്നാണ്. പിന്നെ ഒരു കാര്യം, അനു പറഞ്ഞല്ലോ 16 ലക്ഷം 15 ലക്ഷം കൊടുത്താലാ ഇവിടെ എല്ലാരും മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. നല്ല അനു ഓളത്തോടെ ആലോചിച്ച് നോക്ക്. എന്റെ അടുത്ത് ശൈത്യടുത്തൊക്കെ അനു പറഞ്ഞതാ കറക്റ്റ് എമൗണ്ട്. ഇന്നലെ ഇല്ല ശൈത്യ പറഞ്ഞിട്ടില്ലേ? എന്നിട്ട് അനു എല്ലാം ഒന്നും അറിയാത്ത ഒരു പുണ്യാളത്തിൽ ഞങ്ങളുടെ അനു പറഞ്ഞതാ. അനു 15 ലക്ഷം കൊടുത്തിട്ടാ വന്നേന്ന് പറഞ്ഞില്ലേ ശൈത്യ? ഇന്നലെ ഞാൻ അനുവിന്റെ അടുത്ത് പറഞ്ഞു, അനു എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതെ, അനുവിന്റെ കള്ളക്കണ്ണീരൊന്നും ഇവിടെ ആർക്കും കാണണ്ട. ഓക്കെ ആ പിന്നൊരു കാര്യം, ഞാൻ എഡിക്റ്റ് ആയതിന്റെ തലേ ദിവസം ആ ഡ്രസ് ഇട്ടെങ്കിൽ ഇവിടെ ഉള്ള എല്ലാരും ഞാൻ കൊണ്ടുവന്ന് കാണിച്ചില്ലടാ. ഇല്ലേ? ആ ഡ്രസ് ഇട്ടാണ് ഞാൻ ഇറങ്ങി പോകുന്നത്. അതിലെ ആരാ തുടങ്ങിയത്? ഇതപ്പാനി ചെറുതേടത് ബിൻസി ബെഡിന്റെ സൈഡ് പോയിട്ട് ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചു. അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു ബെഡിൽ? അക്ബർ ശരത്തേട്ടന്റെ അടുത്തുണ്ടായിരുന്നു. എന്നോട് വന്നിട്ട് അടുത്തിരുന്ന് വേണ്ടത്. അന്ന് ആ സ്ഥലത്ത് ആരൊക്കെ ഉണ്ടെന്ന് പറയണേ. നിങ്ങൾ 3 പേരുണ്ടായിരുന്നു ആ ബെഡില്. നിങ്ങൾ 2 പേരും അന്ന് തെല്ലത്ത് ഈ സൈഡ്, അക്ബർക്ക് ഇപ്പുറത്തെ സൈഡ്. ഇവിടെ തെല്ലത്തിരുന്ന് ഡ്രസ്സാണ് താഴും കേറും നമ്മളാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പൊ പറഞ്ഞു ബിൻസി കാണിച്ചവിടെ പോയിരിക്കുന്നുണ്ടില്ല എന്താ അല്ലേ, അങ്ങനത്തെ ഉള്ളൊരു സംഗതികൾ പറഞ്ഞിട്ടുണ്ട്. അയ്യയ്യയ്യയ്യേ, കുലസ്ത്രീ എന്നൊക്കെ പറയുന്നത് ഇപ്പൊ ശരി വെക്കേണ്ട അവസ്ഥയായല്ലോ. പക്ഷെ അതിലെ പറയുമ്പോ എനിക്ക് വിശ്വാസം പോരാ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ട് ആ ഒരു സംഭവം? ബിൻസി ഔട്ട് ആവുന്ന സമയത്ത് ഏകദേശം 2 ആഴ്ച 14 ദിവസം കഴിഞ്ഞിട്ടാണ് ഔട്ടായി പോണത്. ആ സമയത്ത് വിഷൻ റൗണ്ടിലാറ്റം അവരൊരു വെള്ള വസ്ത്രം ധരിച്ചിരുന്നത്രേ. ആ ഒരു വസ്ത്രത്തിലൂടെ ശരീരത്തിന്റെ ഏതോ ഭാഗം കണ്ടിരുന്നത്രേ. ആളുകളുടെ ഇടയിൽ പോയിരുന്നപ്പോ അനുമോൾ ഇങ്ങനെ പറഞ്ഞിരുന്നത്രേ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ കമന്റ് ഒന്ന് ഇടണത്രേ. ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? അനു ഇവിടെ എന്തൊക്കെ കാണിക്കുന്നുണ്ട്? മൈക്ക് കിട്ടോ ഇല്ലല്ലോ, എനിക്ക് ചെവിക്കറിയാം, ഞാൻ കേൾക്കും. ഞാൻ വിചാരിച്ചില്ല ഇങ്ങനത്തെ ഒരു വർത്താനം എന്നോട് പറയൂന്ന്. ഞാൻ പറയലില്ല. നീ എന്നോടാ പറഞ്ഞത്? നീ നുണച്ചി, നീ എന്നോടാ പറഞ്ഞത്. ഇവളുടെ ആണെന്നെന്താ വൈറ്റ് ഡ്രസ്സിന്റെ ഇത് നുണച്ചി പാറു, നീ എന്നോടാ മോളെ പറഞ്ഞത്. നീ അല്ലെങ്കിൽ നീ ഇതൊന്നും കുത്തിപ്പൊക്കണമെന്നോ ഇതൊന്നും സംസാരിക്കണം ഒട്ടും താല്പര്യമില്ലായിരുന്നു. എനിക്ക് ഒട്ടും താല്പര്യം അഭിലാഷ്, എനിക്ക് ഒട്ടും അഭിപ്രായം പറയാൻ എനിക്ക് അത് അപ്പാലിനെ കാണിക്കാനല്ല.
അനുവല്ല എന്റെ കാര്യം തീരുമാനിക്കുന്നത്. അനു വിചാരിക്കുന്ന പോലെ ആശുമായിട്ടാണ് പറഞ്ഞത്. ആശുമായിട്ടാണ് പറഞ്ഞത്. അതിനെന്താ മോശമാക്കുന്നത്? നീ പിന്നെ പറഞ്ഞത് അതല്ല വിചാരിക്കുന്നത്. അനു വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കണമെന്നോ? അന്ന് പറഞ്ഞപ്പോഴും ഇപ്പൊ പറയുന്നു അത് അവൾക്ക് മോശമായിട്ട് തോന്നി. നീ എല്ലാവരും എന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. സ്വന്തം കാര്യങ്ങൾ തീരുമാനിക്കാൻ പഠിക്കും. നീ ഇവിടെ വന്നപ്പോ കരഞ്ഞു കൂവി മെഴുകി നടന്ന ആളാ. നിനക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത ആളാ നടന്നത്. ഈ സരിയുടെ അക്ബറിന്റെ ഒക്കെ വായിരിക്കും ഞാൻ കേട്ടതാ. മനസ്സിലായില്ലേ? അത്രയ്ക്ക് കരഞ്ഞു കൂവി നീ വെറും കള്ളക്കരച്ചിലും മാത്രം നടന്നു ഇവിടെ. അത് കഴിഞ്ഞപ്പോ ആരോ എന്തോ ഓതി തന്ന് പുറത്തെ PR കാര്യം ഓർമ്മ വന്നപ്പോ നീ കളി മാറ്റി കളിച്ച്. നിങ്ങൾക്ക് ഇതൊക്കെ ഓർമ്മ പൊന്നു മക്കളെ, വല്ലാത്തൊരു അവസ്ഥയുണ്ട്. എന്തായാലും പഴയ ബിഗ് ലൂസ് പോലെ ഒന്നല്ല. ഈ ലാസ്റ്റ് റൗണ്ടിൽ വന്നിട്ട് പുറത്തുനിന്ന് വന്ന ആൾക്കാർ ഇമ്മാതിരി തല്ലുണ്ടാക്കണൊക്കെ ആദ്യമായിട്ട് കാണാം. അഖിൽമാരാറുടെ ഒക്കെ റൗണ്ട് ഒന്നൊന്നര റൗണ്ട് ചെയ്ത് മനെ എല്ലാരും വന്ന് തമാശയും കളിയൊക്കെ ആയിട്ട് എന്ത് രസമായിരുന്നു അല്ലേ? ഇത് എല്ലാരും കൂടെ വന്നിട്ട് തൊട്ടു പിച്ചി മാന്തി നീ അത് ചെയ്ത് ഇത് ചെയ്തു. ഇപ്പൊ ഇതില് ബിൻസി പറഞ്ഞ ഡയലോഗ് ഉണ്ട്. അപ്പാനി ശരത്തുമായി ബന്ധപ്പെട്ടുള്ള ചെറിയ വിഷയമാണ്. അനുമോളുടെ അടുത്ത് പോയിട്ട് അപ്പാനി ശരത്ത് പറഞ്ഞത്ര ബിൻസി എന്റെ അടുത്തേക്കാണ് വന്നിട്ടുള്ളത്, ഞാൻ അങ്ങോട്ടല്ല പോയത് എന്നുള്ളത്. അത് അനുമോള് നേരെ ബിൻസിയുടെ കയ്യിൽ കൊടുത്ത് ബിൻസി ഓനോട് പോയിട്ട് ചോദ്യം ചോദിക്കുകയാണ്, മോനെ നീ അങ്ങനെ ചെയ്തിരുന്നു, നിന്റെ അടുത്തേക്ക് ഞാൻ വന്നിരുന്നു പറഞ്ഞിരുന്നു. അപ്പൊ അപ്പാനി ശരത്ത് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ വീട്ടിൽ കുത്തിയിരുന്ന എല്ലാ എപ്പിസോഡും ലൈവും കാണുന്നത്. ലൈവ് കാണാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. എല്ലാ എപ്പിസോഡും ഞാൻ കാണുകയേ എന്ന് പറയുന്നുണ്ട്. പക്ഷെ എപ്പിസോഡിൽ ഇയാൾ പറയുന്ന ഒരു സാധനം ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുവിടുക, വെറുതെ പല്ലിയുടെ കൊത്തി മണക്കുന്ന ഒരു ടീം. ഇവരൊന്നും ഇപ്പൊ ഗെയിമേഴ്സ് അല്ല, അവിടെ ഗെയിമറായി നിൽക്കുന്നത് അനുമോളാണ്. അനുമോളെ ഡീഗ്രേഡ് ചെയ്യാന്നുള്ള ഒരു കാര്യം കൂടി ഉണ്ട്. അതിനിടയിൽ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളും കൂടി പറയുന്നുണ്ട്. ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ബാക്കി കേൾക്കാം. അന്ന് നീ വലിയ മികച്ച ആളായതുകൊണ്ട് എല്ലാരും ഇവിടെ ഇരിക്കുന്നത്. നിന്റെ കഴിവുകൊണ്ട് എല്ലാരും ഇവിടെ ഇരിക്കുന്നത്. പുറത്ത് നീ പൈസ എണ്ണിക്കോർത്തോണ്ട് മാത്രമാണോ ഇരിക്കുന്നത്. അത് നിന്റെ കഴിവല്ല, നീ മനസ്സിലാക്കാത്. കളിച്ച് ജയിച്ചോ എടുക്ക എന്താ ചെയ്തോ, നീ ഓരോ ആൾക്കാരെ കുറിച്ച് പറയണ കാര്യങ്ങള് ശ്രദ്ധിച്ചും കണ്ടും പറയണം. അത്രേ പറയണുള്ളൂ. എന്നെങ്കിലും ഇത് തെളിയുമെന്ന് എനിക്കുണ്ടായിരുന്നു. ഞാൻ അന്ന് അനുഭവിച്ച വേദനയ്ക്ക് എന്നെങ്കിലും ഒരു തെളിയുമെന്ന് എനിക്കുണ്ടായിരുന്നു. ആ ദിവസമാണ് ഈ ദിവസം. അത്രേ ഉള്ളൂ. യെസ്, ദാറ്റ് ഈസ് ദ ഡേ. അതാണ് അപ്പാനി പറഞ്ഞ കറക്റ്റ് ആണ്. അപ്പാനി ശരത്തിനുണ്ടായ ഒരു വിഷമം അത് പറഞ്ഞ് അങ്ങ് അടിച്ച് പൊളിച്ചാണ്ട് തീർക്കുകയാണ്. ഇതിനിടയിൽ കഴുകൻ സ്വഭാവം കാണിക്കുന്ന ശവന്തീനി കഴുകൻ സ്വഭാവം കാണിക്കുന്ന വ്യക്തിയായിട്ട് ആദില പ്രത്യക്ഷപ്പെടുകയാണ്. ഇതിലിപ്പോ കട്ടപ്പയായിട്ടുള്ള ശൈത്യം മാറ്റി വെക്കാൻ കാരണം അവര് ഗെയിമേഴ്സ് അല്ല, പക്ഷെ ആദില നൂറ ഗെയിമേഴ്സ് ആണ്. ഈ ആദില നൂറക്ക് കൃത്യമായിട്ട് ഈ വിഷയങ്ങളിലൊക്കെ നല്ല രീതിയിൽ എന്തുണ്ട് പങ്കുണ്ട്. ഇവരൊക്കെ ചർച്ച ചെയ്ത വിഷയങ്ങളൊക്കെ തന്നെയാണ് ഇപ്പൊ വളച്ചൊടിച്ച് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അനുമോളുടെ തലയിലേക്ക് കൊണ്ടുവയ്ക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോ പാർട്ട്ണറെ എങ്ങനെയെങ്കിലും ജയിപ്പിക്കണം, അതിലെത്തില്ല. പാർട്ട്ണറെ ജയിപ്പിക്കണം, ആ ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് പോകുന്നത്. ഇവിടെ സേഫ് ആവുന്ന ആളുകൾ ഒന്ന് നെവിനാണ്. നെവിൻ ഈ വിഷയത്തിലൊന്നും വലിയ രീതിയിൽ സംസാരിക്കുന്നില്ല. രണ്ടാമത്തത് അനീഷേട്ടൻ കിടന്നുറങ്ങുകയാണ്, അയാൾ വിഷയത്തിൽ ഇടപെട്ടിട്ട് പോലുമില്ല. മൂന്നാമത് ഷാനവാസ് നൈസായിട്ടാണ് ഈ പരിപാടിയിൽ ഇങ്ങനെ നിന്ന് കളിക്കുന്നത്. നാലാമത് ഇതിന്റെ വിക്ടിമായിട്ട് പ്രശ്നക്കാരിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഭയങ്കര പ്രശ്നത്തിൽ അങ്ങനെ മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ് അനുമോള്. പിന്നെ ഇതിലൊക്കെ ഇൻവോൾവ് ആയിട്ട് എല്ലാവരും ഇടയിൽ പോയി സംസാരിച്ച് അപ്പാനിയെ സപ്പോർട്ട് ചെയ്യുന്ന ആരുണ്ട്, അക്ബർ ഉണ്ട്. ഈ 5 പേര് ടോപ്പ് 5 ഒന്നും നോക്കണ്ട. ബിൻസി ഔട്ടായി പോവുകയും ചെയ്തു. ഞാൻ ഉള്ളപ്പോഴെങ്ങാനും ഇമാതിരി ചെറ്റ വർത്താനം നിങ്ങൾ രണ്ടും പറഞ്ഞിരുന്നെങ്കിൽ അന്തസരി ഞാൻ കൈ വെച്ചിട്ട് ഇവിടെ ഇറങ്ങി പോത്തുണ്ടായിരുന്നു. ഇവിടുന്ന് പോയാലും കുഴപ്പമില്ലായിരുന്നു, ഞാൻ കേട്ടോണം നിൽക്കത്തില്ലായിരുന്നു. എന്നിട്ട് കുലസ്ത്രീ സംബന്ധിച്ച് നിൽക്കുന്ന ആള് മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഇങ്ങനെ നോക്കി അനാവശ്യം പറഞ്ഞ സമയത്ത് സ്വന്തമായിട്ട് എന്തൊക്കെ ഇവിടെ ചെയ്യുന്ന ഒരു മിനിറ്റ് ഇരുന്ന് ആലോചിക്കണം. സ്ത്രീകൾ കുറച്ച് വയറ് കാണണമെന്ന് അല്ലേ? അല്ലേ അതതിന്റെ ഭംഗിന്ന് അതല്ല അതിന്റെ ഭംഗി. സ്ത്രീകൾ സാരി എടുക്കുമ്പോ കുറച്ച് വയറ് കണ്ടാലേ അതിന്റെ ഭംഗിയുള്ളന്നല്ലേ ഇവള് പറഞ്ഞത്. അപ്പൊ ഇവൾക്ക് അത് ഇവള് ചെയ്താൽ കുഴപ്പമില്ല, ഇവള് ചെയ്ത ആഹാ. എന്റെ പൊന്ന അക്ബറണ്ണ, അത് ചെറിയൊരു തിരുത്ത് ഞാനങ്ങ് വെക്കാൻ പോവുകയാണ്. ഇത് ഞാൻ അനുമോളുടെ PR ആണെന്ന് പറയരുത്. എന്റെ വീഡിയോസ് ഒക്കെ കാണുന്ന ഏതൊരു വ്യക്തിയും മനസ്സിലാവും ഞാൻ ആരുടെയും PR അല്ല എന്നുള്ളത്. അനുമോൾ എന്ന വ്യക്തിയോട് ആര്യൻ വയറ് കാണിച്ച ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് ചോദിച്ച ചോദ്യമാണ്. അപ്പൊ അനുമോള് പറഞ്ഞ തമാശക്ക് പറഞ്ഞ ഡയലോഗാണ്, വയറ് കാണിക്കുന്നതൊക്കെയാണ് ഒരു രസം. ആ ഒരു കാര്യത്തിന് ഈ രീതിയിലേക്കൊക്കെ ആക്കാൻ നിങ്ങളെ കൊണ്ടൊക്കെ എന്നെ കഴിയുള്ളൂ കേട്ടോ. പക്ഷെ പൂർണ്ണമായിട്ടും ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നില്ല. കുറെ തെറ്റുപറ്റിയിട്ടുണ്ട്. അടുപ്പിലും തൂറാന്ന് പറയുന്ന പരിപാടിയില്ല, അതാണ് അവള് ചെയ്യുന്നത്. അനീഷിന്റെ കാര്യം ചോദിച്ചപ്പോ ഒന്നും മിണ്ടില്ലല്ലോ. എന്തൊക്കെയാ കാണിച്ചത്? ഇച്ചായാന്ന് വിളിക്കുന്നു, മൈജി കോർണറിൽ നിന്ന് എന്നൊക്കെ വേഷം കിട്ടാ കാണിച്ചത്. ഇപ്പൊ പറഞ്ഞല്ലോ ഞാൻ അപ്പാനിയുടെ കൈ പിടിച്ചിരുന്നത്. അപ്പാനിക്ക് ഭാര്യയും കുഞ്ഞുങ്ങളൊന്നും എനിക്കറിയാം. അങ്ങനെയുള്ള ആളെ കൈ പിടിച്ചിരിക്കാൻ പറ്റത്തില്ലേ? ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഈ അപ്പാനിയുടെ കേസ് ആവശ്യമില്ലാണ്ട് ആദ്യം അനുവും ശൈത്യ ഒരാഴ്ച എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ബിൻസി അപ്പാനിയായിട്ട് അധികം കൂട്ടൊന്നും വേണ്ട കേട്ടോ, പുറത്ത് നെഗറ്റീവ് ആകും, വെറുതെ ഇതാക്കണം. അപ്പൊ ഞാൻ എന്നാ പറഞ്ഞത് നിങ്ങളോട് ചോദിച്ചു നോക്ക്.
എനിക്കറിയാം അപ്പാനീനെ എനിക്കറിയാം. ഞങ്ങള് വെറും ഫ്രണ്ട്സ് ആണ്, അങ്ങനല്ലേ പറഞ്ഞത്? അതൊരു പുച്ഛത്തോട് കൂടി ഞാൻ പറയാം. ഞങ്ങൾ വെറും ഫ്രണ്ട്സ് ആണ്. അപ്പാനീനെ പ്രേമിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. പറഞ്ഞോ ശൈത്യേ? അയ്യോ, ഇങ്ങനെ ഉണ്ടായിണ്ട്. എല്ലേലും ശൈത്യം ഉണ്ട് കേട്ടോ. അത് കാരണം ആൾക്കാർ വിശ്വസിക്കും. അല്ലേ ശൈത്യം എന്ന് പറയുമ്പോൾ ആൾക്കാരെല്ലാം വിശ്വസിക്കും എന്നുള്ളതാണ്. ഇവര് രണ്ടുപേരും നല്ല സൗഹൃദമായിരുന്നു നമ്മൾ വീഡിയോ ഒക്കെ കണ്ട ആളുകളല്ലേ, നമുക്കറിയാം. പക്ഷെ അതൊരു രസകരമായ രീതിയിലാണ് അനുമോൾ അവതരിപ്പിച്ചത് കേട്ടോ. അവരങ്ങനെയാട്ടെ എങ്ങനെയാട്ടാന്നുള്ളത്. പക്ഷെ അവർ ചിന്തിക്കാതെ പോകുന്ന മറ്റൊരു കാര്യമുണ്ട്. നിങ്ങൾ ഗെയിമിനകത്താണ് നിൽക്കുന്നതെങ്കിലും നിങ്ങൾ അവിടെ ഗെയിം എന്നല്ല കളി, റിയൽ ആയിട്ട് നിങ്ങൾ എന്താണോ അതാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഗെയിം അല്ലേ എന്ന് പറയുന്ന അക്ബറിനോട് എനിക്കതേ പറയാനുള്ളൂ. നിങ്ങളൊക്കെ യഥാർത്ഥ സ്വഭാവം തന്നെയാണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അനുമോൾ എന്തൊരു ഡയലോഗ് അടിച്ചു, ബസ്സിൽ നിന്നുള്ള ഒരു സാധനമല്ലേ, ബാക്കിൽ നിൽക്കുന്ന ആളുകൾ ഇങ്ങനെ ഉന്തി തള്ളി നിൽക്കുന്ന ഒരു പരിപാടി എന്നെ ഒരു വൃത്തികെട്ട രീതിയിൽ അക്ബറിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അക്ബർ അതിന് കൃത്യമായി മറുപടിയും പറഞ്ഞു. അതായത് അതറ്റം പുറത്തുനിന്നാണ് നീ പറഞ്ഞത്, നിന്റെ നാവ് ഞാൻ വലിച്ചു കീറിയനെ എന്നുള്ളത്. അതാണ് പറയേണ്ട സമയത്ത് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഷാനവാസ് കയ്യെ പോലെ അയാൾ പിന്നെ അതിനെ കുറിച്ച് പറയാറില്ല, മിണ്ടാണ്ടില്ല. അത് ഞാൻ പറഞ്ഞു, ഈ ബിഗ് ബോസ് ഹൗസിൽ പ്രേമിക്കാൻ പറ്റിയ ഒരുത്തനും ഇല്ല. അതും പറഞ്ഞോ ഞാൻ. അത് ലൈവില് ഇദ്ദേഹത്തിന്റെ ഭാര്യയും ഫാമിലി എന്റെ വീട്ടുകാരൊക്കെ കേട്ടതാ. മനസ്സിലായില്ലേ? അങ്ങനെ പറഞ്ഞ ഒരു സ്ഥലത്ത് അനു ഇത്രയും വളച്ചൊടിച്ച് ഇതിനെ വഷളാക്കുമ്പോ അനീഷിന്റെ കാര്യങ്ങൾ ഞങ്ങൾ ചോറാ നിന്നുന്നേ, ഞങ്ങൾ കണ്ടോണ്ടിരിക്കുന്നതാ. മനസ്സിലായില്ലേ? ഇവിടെ കിടന്ന് കാണിച്ചു കൂട്ടി എന്തൊക്കെയാന്ന് ആലോചിച്ച് നോക്ക്. എന്നോട് പറഞ്ഞിട്ടുണ്ട്, ശൈത്യം എണ്ണ ശരി, എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈ അപ്പാനിയും ഞാനൊക്കെ ഇവിടെ ഉള്ളപ്പോഴാണ് ആരും നിന്റെ അടുത്ത് അങ്ങനെ വരുന്നടി ഇങ്ങനെ വരുന്നടി ചെറുതായിട്ടൊരു ക്രഷൊക്കെ ഉണ്ടടി അവന് എന്ന് പറഞ്ഞ ആളാ. പുറപ്പിന്റെ അടി പോയി പൊക്കി നോക്കി ഡെമോൺസ്ട്രേറ്റ് വരെ ചെയ്ത് കാണിച്ച ആളാ ഈ പറയുന്ന കുലസ്ത്രീ. പറയാനാണെങ്കിൽ അതിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്നലെ വന്നപ്പോ തന്നെ എനിക്ക് ഇതൊക്കെ പറയാൻ അറിയാമാരില്ലെന്നതല്ല, വെറുതെ ഒരു ഫിനാലയാണ്, ചുമ്മാ PR-ന്റെ ബലം കൊണ്ട് കളിച്ച് കയറി വന്ന ആളാണ്. ആ ഒരു ഔദാര്യമായിരുന്നു, പുച്ഛമായിരുന്നു ഇതിന്റെ അടുത്ത്. അത് ചുമ്മാ ഇനി എന്തിനാ വെറുതെ PR-കാർ അത്ര പ്രഷർ കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് മിണ്ടാണ്ടിരുന്നത്. ഓക്കെ, അങ്ങനെ ആ നാടകത്തിന് വിരാമം കുറിച്ചു കിട്ടോ. കുറെ നേരം നിർത്തി അങ്ങ് പൊരിച്ചു. ഏകദേശം ഞാൻ എടുത്ത വീഡിയോ തന്നെ 25 മിനിറ്റ് ഉണ്ടായിരുന്നു. അതിനെ കട്ട് ചെയ്തിട്ടാണ് ഈ രീതിയിലേക്ക് ഒരു ലോഡ് ഉണ്ട്, ആവശ്യമില്ലാത്ത ഡയലോഗുകളുണ്ട്. അഭിലാഷിനെ ആരൊക്കെയോ ട്രോളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡയലോഗ് വേറെ ഉണ്ട്. ഇനി ഏറ്റവും ലാസ്റ്റ് അനുമോളിന്റെ അടുത്ത് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വിൻസി വീണ്ടും വന്ന്, എന്താണ് നിനക്ക് എന്താ പറയാനുള്ളത് മൊളേ എന്ന് പറഞ്ഞപ്പോ അനുമോള് പറയുന്ന ഈ ഒരു ഡയലോഗ് കൂടി കേട്ടാ ഇത് ഫിനിഷ് ആയി. കേൾക്കാം. അതായത് ഇവിടെ കേൾക്കുന്നവർക്കും കാണുന്നവർക്കും അറിയാം, എനിക്കത് മാത്രമേ എനിക്ക് പറയാറുള്ളൂ. ഇത്രയും കാര്യങ്ങൾ ഇവിടുന്ന് ചോദിച്ചപ്പോ കൂടുതൽ ആൾക്കാരുടെ പേരൊക്കെ പറയാറുന്നില്ലേ? അല്ല, അവരുടെയൊക്കെ മുഖങ്ങൾ ഞാൻ നോക്കുമായിരുന്നു. അതാണ് എനിക്ക് ഇതിൽ കൂടുതൽ ഒന്നും പറയാം. എനിക്ക് എല്ലാത്തിനും തെളിവ് ബിഗ് ബോസ് മാത്രമേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ഇതിൽ കൂടുതൽ തെളിവായിട്ട് കാണിക്കാനോ എടുത്തു പറയാനോ അവരെ പറഞ്ഞ് സംസാരിച്ച് തോൽപ്പിക്കാൻ എനിക്കറിയില്ല. ഈ ആദില, നൂറ, ശൈത്യ ഇവരെല്ലാവരും എന്റെ കൂടെ ഉണ്ടായിരുന്നവരാണ്. ഒരിക്കലും നിനക്കൊരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കി തരാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല. നിന്നെ പോലത്തെ ഒരു സാധാരണ കുടുംബത്തിലെ പെൺകുട്ടിയാണ് ഞാനും. പിന്നെ നിനക്കൊരു മോശം വരാൻ മാത്രം ഞങ്ങൾ ഇത്രയും പേര്, നമ്മൾ 4 പേരും, ഞാൻ, ശൈത്യ, നൂറ, ആദില, ഞങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചത്. അങ്ങനെ കണ്ടതുകൊണ്ട് നമ്മൾ പുറമേ നിന്ന് നോക്കിയപ്പോൾ നമുക്ക് അങ്ങനെ രീതി നമ്മൾ പറയുകയും ചെയ്തു. നമ്മൾ ഇത്രയും ഞാൻ പറയുന്നുണ്ടായിരുന്നു അവർ ഫ്രണ്ട്സ് ആയിരിക്കാം, പക്ഷെ പുറത്ത് പോവുകയാണെങ്കിൽ അത് അവർക്ക് നെഗറ്റീവ് ആയിരിക്കും, അവർക്ക് അറിയില്ലായിരിക്കും. അവൾ എല്ലായിടത്തും ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഒരാൾക്ക് ഒരു മോശപ്പേര് ഉണ്ടാക്കാതിരിക്കാൻ അത്ര ഞാൻ സംസാരിച്ചത്. ഇപ്പൊ പറഞ്ഞ പേരില്ലേ, ആദില, നൂറ, അനുമോള്, ശൈത്യ, 4 പേരും ടോപ്പ്. 4 പേരിൽ ഒരാൾ ഔട്ടായി. ബാക്കി 3 പേരൊന്നും ഒരിക്കലും ഡിസർവ് അല്ല എന്ന് തോന്നിപ്പോകുന്നു എനിക്ക്. കാരണം അത്രക്ക് നന്നായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുകയും ആളുകൾക്ക് ഇഷ്ടമല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും കൂടെ നിൽക്കുന്ന ആളുകളെ പൊയ്ക്കാല് വെട്ടുന്നതുമായിട്ടുള്ള ഇവര് തമ്മിൽ തന്നെ ആദിലയും നൂറയും അനുമോളും തമ്മിൽ തന്നെ തല്ല. അനുമോള് തന്നെ ഒരു പറയുന്ന വാക്കുണ്ട്, എനിക്ക് ഇവിടെ നിലനിൽക്കാൻ വേണ്ടി മാത്രമാണ് ഈ സൗഹൃദം, പുറത്തു വന്നാൽ ഞാൻ ഇവരൊന്നും കാണാൻ പോവില്ല. അതിലെ നൂറേന്ന് ഞാൻ കാണാൻ തന്നെ പോവില്ല എന്ന് പറഞ്ഞു. അതേപോലെ അതിലെ നൂറേൻ പറയുന്നുണ്ട് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത ആളാണ് അനുമോൾ എന്നുള്ളത്. ഇവര് 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. 3 പേരും ഒന്നല്ലെങ്കിൽ വേറെ രീതിയിൽ മണ്ടത്തരങ്ങൾ മാത്രം കാണിച്ചു കൂട്ടുന്ന ആളുകളാണ്. ഈ 3 പേരും ടോപ്പ് 5 എത്തിക്കഴിഞ്ഞാൽ തന്നെ വലിയൊരു മണ്ടത്തരമാവും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഒരുപാട് നീളമുള്ള വീഡിയോ, അതുകൊണ്ടാണ് അധികം പറയുന്നില്ല. കിടന്നുറങ്ങട്ടെ. 4 മണിയായി പുലർച്ചെ. സുലാൻ.